വാർത്തകൾ തുടരുന്നു. കൊച്ചിയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. പറവൂർ സ്വദേശി ജിഷ്ണു വിജയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 30 ലക്ഷത്തോളം രൂപയാണ് തുടർ ചികിത്സയ്ക്കായി ജിഷ്ണുവിന് ആവശ്യമുള്ളത്. ബൈക്ക് പോസ്റ്റിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ജിഷ്ണു വിജയ്. സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജിഷ്ണുവിന്റെ ജീവൻ നിലനിർത്തുന്നത്. ലെഗിന്റെ സർജറിക്ക് തന്നെ സെപ്പറേറ്റ് ഒരു 3.5-4 ലക്ഷത്തോളം എമൗണ്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ടോട്ടല് ഞങ്ങൾക്ക് അടക്കാനുള്ളത് പെൻഡിങ് ആയി നിൽക്കുന്നത് മാത്രം 7 ലക്ഷത്തിയാണ് ഉള്ളത്. അത് ഈ പറഞ്ഞ 5 ദിവസത്തെ ബില്ല് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 7-ാം തീയതി ഇനി 2 ദിവസത്തെ വരാനുണ്ട്. എത്ര നമുക്ക് അറിയാൻ പാടില്ല. എല്ലാം കൂടി ഇപ്പോൾ ഒരു 10-ന് മേളിൽ ഈ സർജറി കഴിയുന്തോറും ചാൻസ് കൂടുതലാണ്. ഒരു 10-12ഓളം വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് തലയിൽ വേറെ സർജറിയും കൂടി ഉണ്ട്. ഫസ്റ്റ് സർജറി ചെയ്തതിൻ്റെ ബാലൻസ് ആണത്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് സർജറി ഈ സ്കള്ള് മാറ്റി വെച്ചേക്കാണ് ബ്രെയിൻ വളരാനുള്ളത്. അപ്പോൾ അത് ഒന്ന് ഒതുങ്ങി ചുരുങ്ങി കഴിയുമ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്യണം സ്കള്ള്. അതിനോടുള്ള സെക്കൻഡ് സർജറി ഉണ്ടാവും. അതിപ്പോൾ ഈ അടുത്തുണ്ടാവില്ല. ആൾ മൊത്തത്തിലൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞാണ്. ഇപ്പോൾ ആളുടെ അവസ്ഥ ബോധമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. മെഡിക്കൽ സപ്പോർട്ടോടെയാണ് ആൾ ജീവിക്കുന്നത്. ടോട്ടൽ ഒരു 30 ലക്ഷത്തോളം വരുന്നുണ്ട്. അത് വെന്റിലേറ്ററിൽ കിടക്കുന്ന ദിവസം കൂടുന്തോറും ചിലപ്പോൾ അതിൽ നിന്നുള്ള എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും. പൂർണ്ണ ആരോഗ്യവാനായി ജിഷ്ണു ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ സർജറികൾ ആവശ്യമാണ്. തുടർ ചികിത്സയ്ക്കായി 30 ലക്ഷത്തോളം രൂപ വേണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്ന കുടുംബത്തിന് ഇത്രയും പണം സ്വരൂപിക്കുക എന്നത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സുമനസ്സുകളുടെ സഹായം കൊണ്ട് ചികിത്സയ്ക്കുള്ള പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.